ആഗ്രഹിക്കുന്ന പെങ്ങള് ലജ്ജ വേണം മോള്, നാണം വേണം മോള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമുദായത്തിലെ പെൺമക്കളുണ്ടല്ലോ, ഉസ്താദന്മാര് പറയും ദൂരം അവർക്ക് പടച്ചവനെ വാശി കൂടുകയാണ്. വേണമെങ്കിൽ എന്തെല്ലാം കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിക്കുന്ന കാലഘട്ടമാണ്. പടച്ചവര് ഈ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചു പോയെന്നറിയില്ലല്ലോ, നാണമില്ലല്ലോ. അവസാനം ഒരു കാലഘട്ടം വരുമ്പോ നടറോഡിൽ കിടന്ന് വ്യഭിചരിക്കുമെന്ന് മുത്തുനബി പറഞ്ഞല്ലോ. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പക്ഷേ ഇന്ന് പാർക്കുകളിൽ കടന്നു ചെന്നാൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ മതിയല്ലോ. പടച്ചവനെ, മാടുകളിൽ കടന്നു ചെന്നിട്ട് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന സൂപ്പർ മാർക്കറ്റുകളുണ്ടല്ലോ, മാളുകളുണ്ടല്ലോ. ആ മാളുകളിൽ പോലും എന്റെ പ്രിയപ്പെട്ട ഫർദ ധരിച്ച പെൺകുട്ടികളുണ്ടല്ലോ. പരസ്യമായി നിന്ന് ചെയ്യുന്ന പേക്കൂത്തുകൾ കണ്ടാൽ സഹിക്കാൻ കഴിയില്ലല്ലോ. എന്തേ പെങ്ങളോ ഇങ്ങനെ സംഭവിച്ചു പോയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഉമ്മത്ത് അതപ്പതിച്ചു പോയതെന്നറിയോ? ഒരൽപ്പം എവിടെയെങ്കിലും കിട്ടിയോ? ആണുങ്ങൾ കാണുന്നുണ്ടോ? നാണമില്ലല്ലോ. വണ്ടികളിൽ കൂടെ പടച്ചവനെ റോഡിലൂടെ പോകുന്ന ബൈക്കുകളിൽ നോക്കിയാൽ ഫർദ ധരിച്ച പെൺകുട്ടികൾ തന്റെ പ്രിയപ്പെട്ട കാമുകനെ തന്റെ മുന്നിലിരിക്കുന്ന മനുഷ്യന് കെട്ടിപ്പിടിച്ചുകൊണ്ട് റബ്ബേ നട റോഡിലൂടെ വണ്ടിയിൽ സഞ്ചരിക്കുന്ന കാഴ്ച കാണുന്നവരാ. കല്യാണ വീടുകളിൽ പോയാൽ പടച്ചവനെ സഹിക്കൂലല്ലോ. നമ്മളിൽ ഒരാൾക്കും ഈമാനുള്ള ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത ഈ ഉമ്മത്തിന് നാണക്കേട് വരുത്തി വെക്കുന്ന, ഈ സമുദായത്തിന് നാണക്കേട് വരുത്തി വെക്കുന്ന രംഗങ്ങളാ സഹോദരാ. എന്റെ പെങ്ങളോട് പറയുന്നു, നീ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യം, നിനക്ക് എന്ത് വസ്ത്രം വേണം?